പൂജ നടത്തിയ കുട്ടികളുണ്ട്. നമുക്ക് രക്ഷിതാക്കളിൽ നിന്ന് ആദ്യം തുടങ്ങാം എന്ന് തോന്നുന്നു. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരു വിഭാഗം ഇവിടുത്തെ രക്ഷിതാക്കളായിരിക്കും ഈ ഒരു വ്യാജ പ്രചരണങ്ങൾ. എന്താ തോന്നുന്നത്? ഞാൻ കുറേ കൊല്ലങ്ങളായി ഇവിടെ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എൻ്റെ മോനും മോളും എല്ലാം ഏകദേശം ഒരു 10 വർഷമായി ഈ സ്കൂളുമായിട്ട് ഞാൻ അടുപ്പത്തിലാണ്. എല്ലാ കൊല്ലവും, അതായത് എൻ്റെ മക്കളെ ചേർത്ത് അന്ന് തൊട്ടിന്ന് വരെ ഗുരുപൂജ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം എന്താണ് ചടങ്ങ്, എങ്ങനെയാണ് ചടങ്ങ്, ഏത് രീതിയിലാണ് നടത്തുന്നത്, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അനാവശ്യ വിവാദം വന്നപ്പോൾ അത് ശരിക്കും വിഷമായി. കാരണം നടക്കാത്ത കാര്യങ്ങളാണ്, കള്ളപ്രചരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. കുട്ടികൾക്കും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട് വന്നു, ഞങ്ങൾക്കും വന്നു. എന്താ പറയണ്ടേ, സതുദ്ദേശത്തോടു കൂടി ഇവർ ചെയ്തതാണ്. അത് നേരെ ഓപ്പോസിറ്റായി വന്നപ്പോൾ അത് വളരെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ ഏതുദ്ദേശത്തിലാണോ ഈ സ്കൂളിൽ വിടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പുറത്തേക്ക് വന്നത്. അതിപ്പോൾ നാട്ടുകാർക്കും ചുറ്റുള്ളവർക്കൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യിപ്പിച്ചേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ പൊതുവിദ്യാലയത്തിൽ പോകുമ്പോൾ ശരിക്കും അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ 7ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ ഇതുള്ളൂ. അത് +2 വരെ ആക്കാത്തത് എന്തെന്നുള്ളത് സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ഗുണം ഇവർ പുറത്ത് എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവർ പറയും സരസ്വതിയിൽ പഠിച്ച കുട്ടിക്ക് എത്ര നല്ല സ്വഭാവം. അത് ഞങ്ങളത് നേരിട്ട് അനുഭവിച്ചു. അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ വളരെയേറെ ദുഃഖമുണ്ട്. പക്ഷെ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ സ്കൂളിനും എല്ലാവർക്കും ഉണ്ട്. കാരണം അത് ഞങ്ങൾക്ക് അറിയാം, സത്യം അറിയാം. ഇനി ബാക്കിയുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. എന്താണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്? വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ അധിക്ഷേപമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു കളിയാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. ഇതിന്റെ വസ്തുത എന്താണെന്നോ ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണോ ഒന്നും ആർക്കും അറിയില്ല. അത് എനിക്കൊന്ന് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇത് പരിശോധിക്കാൻ കൂടി തയ്യാറായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാനുള്ളത്? എൻ്റെ മകളിവിടെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗുരുപൂജയിൽ പങ്കെടുത്ത കുട്ടിയും കൂടിയാണ്. പുറത്തുനിന്നെല്ലാം പറയുന്നുണ്ട് ഭയങ്കര പരാതിയായിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ആർക്കാണ് പരാതി? ഇവിടെ ഈ ഗുരുപൂജ നടത്തിയ കുട്ടികൾക്ക് പരാതിയില്ല, പാരൻസിന് പരാതിയില്ല, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പരാതിയില്ല. പിന്നെ ആർക്കാണ് ഇവിടെ പരാതി എന്നൊരു ചോദ്യം നമ്മൾ അങ്ങോട്ട് തരികയാണ്. ഈ ബന്തെടുക്ക സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നന്നായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് സരസ്വതി സ്കൂൾ. ഇപ്പോൾ എൻ്റെ മകൻ 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പൊതുവിദ്യാലയത്തിലേക്ക് പോയതാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ഹൈസ്കൂൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് പോയ കുട്ടികൾക്കൊരു പ്രത്യേക പരിഗണന എപ്പോഴും സ്കൂളിൽ കിട്ടാറുണ്ട്. അവർ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ പൂർണ്ണ തൃപ്തരാണ് ഇവിടെ നടത്തുന്ന പരിപാടികളിലും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂളിൽ രാവിലത്തെ ഒരു അരമണിക്കൂറത്തെ പ്രാർത്ഥനാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുഞ്ഞിരാമട്ടം പറഞ്ഞു കഴിഞ്ഞു. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കാം. കുട്ടികളുടെ സഭാകമ്പം മാറുവാനും അവർക്ക് പ്രത്യേക പരിശീലനങ്ങൾ അവിടെ വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടു, നിങ്ങൾ തല കുനിക്കുവാനാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ല, അവർ തല ഉയർത്തി നിന്ന് 4 ആളുടെ മുന്നിൽ സംസാരിക്കുവാനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഈ സ്കൂൾ വിട്ടു പോകുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ തല കുനിക്കേണ്ട, ഗുരുവന്ദനം നടത്തേണ്ട സ്ഥലങ്ങളിൽ അവർ നടത്തുക തന്നെ ചെയ്യണം. കാരണം അവർ മുതിർന്ന പൗരന്മാരായിട്ട് നമ്മുടെ രാജ്യത്തിലെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ അവർ എവിടെയൊക്കെ ബഹുമാനം കാണിക്കണം അതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വന്ദിക്കേണ്ടവരെ വന്ദിക്കുക തന്നെ ചെയ്യണം. കൂടാതെ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ ഈ വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് വിദ്യാനികേതൻ്റെ ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിങ്ങൾ തന്നെ വന്നിട്ട് നമ്മൾ കണ്ടു, ഗ്രാമപ്രദേശമാണ്, വളരെയധികം സമാധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കൊണ്ടുവരുന്നത് തീർച്ചയായും അതിൽ രാഷ്ട്രീയ പ്രേരിതമായിരിക്കും എന്നും കൂടി നമ്മളതിനെ കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം കലാലയം ഈ വിദ്യാഭ്യാസ മേഖലകളിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അതൊന്നും സരസ്വതിയിൽ പോയ കുട്ടികൾ ചെയ്യില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്കൂളിലേക്ക് നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നില്ലത്. ഇപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ കുട്ടികൾ ആണ് ഇതിൽ ഗുരുപൂജ നടത്തിയത്, പക്ഷെ അത് പാദപൂജ നടത്തി, കാല് കഴുകി, അങ്ങനെയൊക്കെയാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? രക്ഷിതാവെന്ന നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു പരാതിയില്ല. എൻ്റെ മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഗുരുപൂജ എല്ലാ വർഷവും ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗുരുക്കന്മാരെ വന്ദിക്കുക എന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമല്ലേ. അതിനൊരു മോശം പറയാനില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മകൾക്കൊന്നും പരാതി ഇല്ലാത്തിടത്തോളം പുറത്തുള്ളവരെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പ്രചരണങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പറഞ്ഞത്, സ്വന്തം കുട്ടികൾ ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഒരു മോശം പ്രവൃത്തി ചെയ്യാനല്ലല്ലോ പഠിപ്പിക്കുന്നതെന്നൊരു കാര്യം കൂടി ഇല്ല കാര്യത്തിൽ.
എന്തായാലും നല്ലതായി വിദ്യാനികേതനിൽ പഠിച്ചാൽ കുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നത്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്.